നമസ്തേ. ജീവിതത്തിൽ കഴിവുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പ്രചോദനമോ അതോ ഭയമോ? ഭഗവത്ഗീതയുടെ 4-ാം ശ്ലോകത്തിൽ ദുര്യോധനൻ പാണ്ഡവരുടെ സൈന്യത്തെ നോക്കുമ്പോൾ കാണുന്നത് വെറും സൈനികരെയല്ല, ശക്തിയും കഴിവും ആത്മവിശ്വാസവുമാണ്. ഒരു വലിയ സത്യം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിജയം പലപ്പോഴും ശത്രുക്കളെ തോൽപ്പിക്കുന്നതിലല്ല, ഭയത്തെ തോൽപ്പിക്കുന്നതിലാണ്. ഇന്ന് നമുക്ക് ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 4 ആഴത്തിൽ മനസ്സിലാക്കാം. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി. ഈ സൈന്യത്തിൽ ഭീമനെയും അർജുനനെയും പോലെ യുദ്ധം ചെയ്യാൻ കഴിവുള്ള ധീരന്മാരുണ്ട്. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. യുയുധാനനും വിരാടനും ദ്രുപദനും മഹാരഥന്മാരാണ്. ഇവിടെ ദുര്യോധനൻ പാണ്ഡവരുടെ സൈന്യത്തിലെ ശക്തരായ യോദ്ധാക്കളെ എണ്ണിപ്പറയുകയാണ്. പക്ഷെ എന്തിനാണ്? കാരണം ദുര്യോധനൻ മനസ്സിലൊരു കാര്യം തിരിച്ചറിഞ്ഞു: ഈ യുദ്ധം എളുപ്പമല്ല. പലപ്പോഴും ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു വലിയ പരീക്ഷയ്ക്ക് മുമ്പ്, ഒരു പുതിയ ജോലിക്ക് മുമ്പ്, ഒരു വലിയ തീരുമാനത്തിനു മുൻപ് നമ്മൾ ആദ്യം വെല്ലുവിളികളുടെ വലിപ്പം കാണുന്നു. ദുര്യോധനൻ പേരുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കൂ. അവരുടെ സമ്പത്ത് പറയുന്നില്ല, പദവി പറയുന്നില്ല, പ്രശസ്തി പറയുന്നില്ല. ദുര്യോധനൻ പറയുന്നത് അവരുടെ കഴിവാണ്. ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് അവന്റെ കഴിവും സ്വഭാവവുമാണ്. മഹാരഥൻ എന്നത് വെറും വലിയ യോദ്ധാവല്ല, ആയിരക്കണക്കിന് യോദ്ധാക്കളെ നേരിടാൻ കഴിവുള്ള വ്യക്തിയാണ്. ആത്മീയമായി നോക്കുമ്പോൾ മഹാരഥൻ എന്നാൽ വലിയ വെല്ലുവിളികളെ ഭയക്കാതെ നേരിടുന്നവൻ. ആധുനിക ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒരു ക്ലാസ്സിലെ ചില വിദ്യാർത്ഥികൾ വളരെ നന്നായി പഠിക്കും, സ്ഥിരമായി പരിശ്രമിക്കും, സമയത്തെ വിലമതിക്കും. മറ്റുള്ളവർ അവരെ കണ്ടു പറയും: അവൻ നന്നായി പഠിക്കും, എന്നെക്കൊണ്ട് അത്രയും കഴിയില്ല, അവന് കൂടുതൽ മാർക്ക് കിട്ടും, എനിക്കതിൽ കുറവായിരിക്കും. പക്ഷെ വിജയിക്കുന്ന വിദ്യാർത്ഥികൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അവരാരെയും ഭയപ്പെടുന്നില്ല. ഒരു ഓഫീസിൽ ഒരാൾക്ക് മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മറ്റൊരാൾക്ക് ലീഡർഷിപ്പ്, മറ്റൊരാൾക്ക് നല്ല ടെക്നിക്കൽ നോളജ്. ഈ കഴിവുകളില്ലാത്തവർ അവരെ കണ്ട് അസൂയപ്പെടുന്നതിന് പകരം അവരെങ്ങനെയാണ് അവരുടെ ജോലിയിൽ വലിയ വിജയങ്ങൾ കണ്ടെത്തുന്നതെന്ന് പഠിക്കണം. ദുര്യോധനൻ ശക്തരായ യോദ്ധാക്കളെ കണ്ടു, പക്ഷേ അവരിൽ നിന്നൊന്നും പഠിച്ചില്ല, പകരം ഭയപ്പെട്ടു. ഇതാണ് പലരുടെയും പ്രശ്നം. കഴിവുള്ളവരെ കണ്ടാൽ അവരിൽ നിന്നും പഠിക്കേണ്ടിടത്ത് താരതമ്യം ചെയ്യുന്നു. ഇന്ന് നിങ്ങളെക്കാൾ കൂടുതൽ പഠിക്കുന്നവരുണ്ടാകും, കൂടുതൽ സമ്പാദിക്കുന്നവരുണ്ടാകും, കൂടുതൽ വിജയിച്ചവരുണ്ടാകും. അതൊരു പ്രശ്നമല്ല. കാരണം നിങ്ങളുടെ മത്സരം ഇന്നലത്തെ നിങ്ങളോടാണ്. മറ്റുള്ളവരെ നോക്കി നിരാശപ്പെടരുത്, അവരെ നോക്കി വളരുക. ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് സ്വയം ചോദിക്കൂ: ഇന്ന് ഞാൻ ഇന്നലത്തേതിനേക്കാൾ 1% മെച്ചപ്പെട്ടോ? ജീവിതത്തിൽ നമുക്ക് 2 വഴികളുണ്ടെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. മറ്റുള്ളവരുടെ വിജയത്തെ ഭയക്കാം, അതുകണ്ട് അസൂയപ്പെടാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രചോദനം നേടാം. ഭഗവത്ഗീത നമ്മെ 2ാമത്തെ വഴി തിരഞ്ഞെടുക്കാൻ പഠിപ്പിക്കുന്നു. ഹേ കൃഷ്ണ, മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടാതെ പ്രചോദനം കണ്ടെത്താനുള്ള മനസ്സ് തരയണമേ. വെല്ലുവിളികളെ ഭയക്കാതെ നേരിടാനുള്ള ധൈര്യം തരയണമേ. ഓരോ ദിവസവും മികച്ച മനുഷ്യനാകാൻ ഞങ്ങളെ നയിക്കണമേ. ഹരി ഓം തത്സത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കൂ. ആധുനിക ജീവിതത്തിൽ ഭഗവത്ഗീത കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്നുള്ള ഭഗവത്ഗീത സീരീസ് എപ്പിസോഡുകളായിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോകൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ ലൈക്കും കമന്റ്സും വഴിയാണ് ഈ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ കഴിയുക. ഭഗവത്ഗീത എന്ന ജീവിത പാഠപുസ്തകം ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥങ്ങൾ വഴി കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.